നമസ്കാരം. ഈ മുസ്ലിങ്ങളുടെ നബിദിനം, അവരുടെ മറ്റുള്ള ആഘോഷങ്ങൾ അവരുടെ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ദൈവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് അത് ഭാരതത്തിൽ വേണ്ട, അത് ഹിന്ദുസ്ഥാനത്തിൽ വേണ്ട, അതിവിടെ ഈ ദേശവുമായിട്ട് യോജിച്ചു പോകുന്നൊരു കാര്യമല്ല അത്. ആയതുകൊണ്ട് തന്നെ റംസാൻ, നബിദിനം, വലിയ പെരുന്നാൾ, ചെറിയ പെരുന്നാൾ, പോത്തനെ വെട്ടൽ, റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഇവരുടെ മറ്റേ എന്തൊരു സാധനം മുട്ടുന്ന പരിപാടി ഉണ്ടല്ലോ, ആ പരിപാടിയൊക്കെ നിർത്തിവെക്കണം. അത് നിരോധിക്കണം, നിയമം മൂലം നിരോധിക്കണം. നബിദിനം അത് മുസ്ലിം സമൂഹത്തിലെ ഭൂരിഭാഗം ആളുകളും പറയുന്നത് അത് പ്രവാചകന്റെ ചരമദിനം കൂടിയാണെന്നാണ്. എപ്പോഴും പിറന്ന ദിനമാണല്ലോ അവസാനം, പിറന്ന ദിനം ആദ്യം ഉണ്ടാകും, പിന്നീടല്ലേ ചരമദിനം ഉണ്ടാകുക. ചരമദിനമാണ് എന്ന രീതിയിലാണ് ഇവരിപ്പോൾ ഈ ചരമദിനമാണ് ഇപ്പോൾ ആഘോഷിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പിറന്ന നാളായിട്ട്. വിഡ്ഢിത്തമല്ലേ അത് വാസ്തവത്തിൽ? ഭൂരിഭാഗം മുസ്ലിം പ്രസ്ഥാനങ്ങളും ഇതിനെതിരാണ്. ഇത് വിദേശങ്ങളിൽ ഇല്ലാത്തൊരു കാര്യമാണത്രേ നബി ദിനം ആചരണം. എന്നിട്ട് അതിലുള്ള പ്രഘോഷണം, അതിൻ്റെ മറ്റേ റോഡ് ഉപരോധിക്കൽ, അവിടെ കൊട്ടും പാട്ടും ചാടിത്തുള്ളലും, അതിൻ്റെ ഇടയിൽ പട്ടാളച്ചിട്ടയിൽ കുറേ ആൾക്കാർ സൈനികരെ പോലെ ലെഫ്റ്റ് റൈറ്റ്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഒരിക്കൽ ലെഫ്റ്റ് റൈറ്റൊക്കെ ഇപ്പോൾ എല്ലാം കൂടി ജയിലിലല്ലേ, അതിനകത്തല്ലേ. ഇപ്പോൾ ഇത് വീണ്ടും പല രൂപത്തിൽ വേഷം മാറ്റി വന്നിരിക്കുകയാണ്, കളറ് മാറ്റി വന്നിരിക്കുകയാണ്. അത് ആഘോഷിക്കുകയോ അല്ലെങ്കിൽ ആഘോഷിക്കാതിരിക്കുകയോ അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അതിൻ്റെ പേരിൽ അടി നടത്തുന്നതും തല്ല് നടത്തുന്നതും വാക്കുകളെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അപഹസിക്കുന്നതും എല്ലാം എല്ലാ വർഷവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ തമ്മിൽ ഓണം വരുന്ന സമയത്ത് അവർ ചൊറിയാൻ തുടങ്ങും, ഓണത്തിനെ ചൊറിയാൻ തുടങ്ങും. എന്തിനാണ് ആ തെമ്മാടികൾ, പേപ്പട്ടികൾ ഓണത്തിനെ ചൊറിയുന്നതെന്ന് അറിയില്ല. ചൊറിഞ്ഞ് ഓണം ഇപ്പോൾ എവിടെ എത്തി? അത് പരമദൈവതത്തിൻ്റെ കൽപ്പന, അതാണ് തന്ത്രം. ഇപ്പം എന്തായി? ഓണം പിടിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള ആഘോഷമാക്കി മാറ്റിയില്ലേ പെൺമണികൾ, മുഞ്ചത്തികളായിട്ടുള്ള കുട്ടികൾ, മനോഹരിയായിട്ടുള്ള കുട്ടികൾ. അവിടെ ആ പരിപാടി നിന്നു. അടുത്ത വർഷം വരുന്ന സമയത്ത് ഓണം ആഘോഷിക്കരുത്, ഓണം ആഘോഷിക്കുന്നത് തെറ്റാണ്, അതിനകത്ത് ദേവതകളുണ്ട്, നമ്മൾ ഏകദേവതയുടെ കോപ്പാണ്, അവർക്ക് ബഹുദേവതയുടെ കോപ്പുകളാണ് എന്നുള്ള ഈ തൊള്ളേക്കൂടിയുള്ള തൂറലുണ്ടല്ലോ, ഇതിനി അടുത്ത പ്രാവശ്യം ഉണ്ടാവാനുള്ള സാധ്യതയില്ല, ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. കാരണം ആ രീതിയിലുള്ള മറുപടിയാണ് മലപ്പുറത്തെ പെൺകുട്ടികൾ കൊടുത്തത്. അപ്പോൾ ഇവർ തമ്മിൽ അടി നടത്തിക്കോട്ടെ. ഇപ്പോൾ നബിദിനത്തിൻ്റെ കാര്യം വന്ന സമയത്ത് ഇന്നലെ ഒരു പള്ളിയിൽ കണ്ടില്ലേ, കയറിയിട്ട് അടിയാണ്. പോലീസുകാർ കയറിയിട്ട് അവർക്ക് തലയിൽ പിടിച്ച് തല്ലാൻ പറ്റില്ലല്ലോ, അതല്ലെങ്കിൽ പിന്നെ ഗവൺമെൻറ് ആയിരിക്കും അതിൻ്റെ ഇത് വരിക. അപ്പോൾ അവരെന്ത് ചെയ്തു? അവർ തുണി പൊക്കിയിട്ട് അടിയിലാണ് അടിക്കുന്നത്. അത് നിങ്ങൾ കണ്ടതാണ്. ചെരുപ്പിട്ട് കയറിയിട്ട് തുണി പൊക്കിയിട്ട് ചന്തിയമ്മലാണ് അടി കൊടുക്കുന്നത്. അതൊക്കെ അവരായിക്കോട്ടെ, തമ്മിൽ തല്ലിക്കോട്ടെ, നമുക്ക് സന്തോഷമുള്ള കാര്യമാണ്. നല്ല രീതിയിൽ നടക്കുന്നുണ്ട് അവിടെ തമ്മിൽ തല്ല്. അതിന് അതിൻ്റെ ഉച്ചസ്ഥായിലേക്ക് എത്താൻ പോകണേ ഉള്ളൂ. ഇപ്പം ഇന്നലെ ഉമർ ഫൈസി എന്ന് പറഞ്ഞ ആളെ പുറത്താക്കണം, അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു ഞാൻ സഖാവാണെന്ന്. നിൽക്കുന്നത് എവിടെയാണ് സമസ്യയില, നിൽക്കുന്നത് എവിടെയാണ് ലീഗില. പിടിച്ച് പുറത്താക്കാൻ പറ്റുമോ? പറ്റില്ല. പുറത്താക്കി കഴിഞ്ഞാൽ ചൊറി കൂടും, അതങ്ങനെ. അപ്പം അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. വാക്കുകളെ കൊണ്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞോ, പോത്തുകളെ എന്ന് വിളിച്ചോ, അടി കൂടിക്കോ, തല്ല് നടത്തിക്കോ. ഇവിടെ പണ്ട് ഓണത്തല്ല് എന്നൊരു ആഘോഷം ഉണ്ടായിരുന്നു, അതുപോലെ നബിത്തല്ല്, അതാണ് ഇപ്പോൾ അവരോട് ചെയ്തുകൊണ്ടിരിക്കുക. അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. കണ്ടും കേട്ട് രസിക്കാൻ ഞങ്ങൾ ഇപ്പുറത്ത് എപ്പോഴും റെഡിയാണ് കേട്ടാ. ഏതായാലും അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. പക്ഷേ ഇത്തരം പരിപാടികൾ അത് റോഡിനകത്തേക്ക് കയറ്റരുത്. ഒരു ദിവസം മുഴുവൻ റോഡ് ബ്ലോക്ക് ചെയ്തിടുക, ഒരു കാരണവശാലും അത് കയറ്റരുത്. ഇത് ഹിന്ദുസ്ഥാനാണ്, ഭാരതമാണ്. ഇവിടെ അതുമായിട്ട് ഇപ്പോൾ എന്തെങ്കിലും മറ്റേ ശ്രീകൃഷ്ണ ജയന്തി അല്ലെങ്കിൽ ഓണത്തിൻ്റെ പ്രൊസഷൻ, അത് ഇവരുടെ അവകാശമാണ്, നമ്മുടെ നാടാണ്, അവകാശമാണ്. പക്ഷേ ഇവിടെ നിന്ന് കയറി വന്ന ഓന്മാർക്ക് ഈ റോഡ് തീരെഴുതി കൊടുത്തിട്ടുള്ള അങ്ങനെ വല്ല വ്യവസ്ഥകളുണ്ടോ? അത് സമ്മതിക്കരുത്. ആയതുകൊണ്ട് അതിൻ്റെ പേരിൽ അത്തരം പരിപാടികൾ റോഡിനകത്ത് കയറ്റും. അതൊക്കെ അവരുടെ പള്ളികൾക്കകത്ത് വെച്ച് നടത്തട്ടെ, അല്ലെങ്കിൽ വീടുകൾക്കകത്ത് വെച്ച് നടക്കട്ടെ, അല്ലെങ്കിൽ അവരുടെ മാനേജ്മെൻറ്റിലുള്ള സ്കൂളുകളിലെ ഗ്രൗണ്ടുകൾ അവിടെ വെച്ച് നടത്തട്ടെ. ഈ സാധനം പുറത്തേക്ക് എഴുന്നള്ളിക്കരുത്, ഒരു കാരണവശാലും അത് സമ്മതിക്കരുത്, കല്ലെടുത്തെറിയണം. ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ നിരോധിക്കുകയാണ് വേണ്ടത്. പ്രത്യേകിച്ച് നബിദിനമോ അല്ലെങ്കിൽ വലിയ പെരുന്നാളോ ചെറിയ പെരുന്നാളോ അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിന് യോജിച്ച കാര്യങ്ങളല്ല. ഭാരതത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഭാരതത്തിൻ്റെ ഐതിഹ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. ആയതുകൊണ്ട് തന്നെ അതിനിവിടെ യാതൊരു വിധത്തിലുള്ള പ്രസക്തിയുമില്ല. അതിനിവിടെ അത് നടത്താനൊരു ശൂന്യ സ്ഥലവും ഇവിടെയില്ല. ഒരു മൂലയ്ക്ക് കഴിഞ്ഞ് കൂടിക്കോട്ടെ, എത്രമാത്രം, അതേ പാടുള്ളൂ. ഇപ്പോൾ
മലയാളിയുടെ ഓണം വരുന്ന സമയത്ത് അതുമ്മ കയറിയിട്ട് മാന്തി ചൊറിഞ്ഞ് മുറിവുണ്ടാക്കുന്നത് ഈ തെമ്മാടി പേപ്പട്ടി കൂട്ടങ്ങൾക്കൊരു ഹരമാണ്. ഏതായാലും ഇത്തവണ അതിന് മറുപടി കൊടുത്തു. ഞാനത് പറഞ്ഞു കഴിഞ്ഞു. ഇത്തവണ നല്ല മറുപടി കൊടുത്തു. ഇപ്പോഴും ഇങ്ങനെ കയറി കുറേ ആൾക്കാർ ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് RSSകാരി പെണ്ണുങ്ങളാണ്. ആ പെൺകുട്ടികൾ പോയിട്ട് മാപ്പ് പറഞ്ഞു അത്രേ. ആ പെൺകുട്ടികൾ പോയിട്ട് ഇവരുടെ എന്തോ മഹല്ലോ കമ്മിറ്റിയിൽ പോയി മാപ്പ് പറഞ്ഞു അത്ര. എന്നിട്ട് അതിൻ്റെ ഫോട്ടോയ്ക്കും കൊടുത്തിട്ടുണ്ട്. 4 പെൺകുട്ടികൾ എന്തെങ്കിലും അവിടെ പോയിട്ട് ഇപ്പോൾ നമ്മൾ കാണുന്നൊരു കാഴ്ചയുണ്ട്. അവിടെ പോയിട്ട് പേപ്പട്ടികളെ എന്ന് വിളിച്ചിട്ട് വർത്തമാനം പറയുന്ന പെൺകുട്ടികളുടെ അതിനു വേണ്ടി പോയതായിരിക്കും അവർ. അല്ലാതെ മാപ്പ് പറയാൻ വേണ്ടി ഈ പെൺകുട്ടികൾ അവിടെ പോകാൻ പോകുന്നില്ല. അതിൻ്റെ ആവശ്യവും അവർക്കില്ല. അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. തെറ്റ് ചെയ്യുന്ന ഇവന്മാരല്ലേ, തമ്മിലടിയല്ലേ. ദിവസം നബിദിന റാലി, ഇന്നലെ നബിദിനായിരുന്നു. അന്നാണ് പള്ളിക്കകത്ത് അടി, പോലീസ് കയറിയിട്ടുള്ള അടി. അപ്പോഴാണ് ഉമർ ഫൈസിയെ പുറത്താക്കണം. അവൻ ആര് എന്നുള്ള ചോദ്യങ്ങളും അതും അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരവരുടെ കാര്യങ്ങളായിക്കോട്ടെ. എന്തിനാണ് അവർ ഓണത്തമ്മ കയറി എന്തിനാണ് ചൊറിയുന്നത് വാസ്തവത്തിൽ? ഈ അടുത്ത വർഷം ഓണം വരുന്ന സമയത്ത് ഈ പേപ്പട്ടികൾ കുരയ്ക്കില്ല എന്ന് ഉറപ്പായി വാസ്തവത്തിൽ അതിനവർക്ക് സാധിക്കില്ല. കാരണം അവർക്ക് കുരയ്ക്കണമെങ്കിൽ ഈ കണ്ടനാളി ഉണ്ടല്ലോ, അത് ആവശ്യമാണല്ലോ. അവിടെ മൊഞ്ചത്തി പെൺകുട്ടികൾ തിരികെ വെച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് തിരികെ വെച്ചിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ല, പച്ചയ്ക്ക് പറയുന്നില്ല. തിരികെ വെച്ചിട്ടുണ്ട്. ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് ഈ ശബ്ദം വരില്ല എന്നുള്ള കാര്യം ഒരു ഉറപ്പായി. ഓ എന്ന് പറയും, എന്ന് വരില്ല. അതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. അവർ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഓണം അവരുടെ ആചാരങ്ങളായിട്ടോ സംസ്കാര പദ്ധതികളുമായിട്ടോ ബന്ധപ്പെടുന്ന കാര്യങ്ങളല്ല. ഞങ്ങൾ ഏകദൈവത്വത്തിൻ്റെ ആൾക്കാരാണ്. ഇവർ കണ്ണിക്കണ്ട മുള്ളുമുരട് മൂർഖം പാമ്പിനെല്ലാം പൂജിക്കുന്നവരാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ ഭാഗമാണ് ഓണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ആഘോഷിക്കില്ലെന്ന് പറയുമ്പോൾ അതിലൊരു രസം എന്താണെന്ന് അറിയാമോ? വിരുന്ന് വന്നവൻ വീട്ടുകാര്യം നോക്കുന്ന പോലെയുണ്ട്. വിരുന്നുകാരി വന്നതാണ്, അതും ക്ഷണിച്ചിട്ടല്ല. ഒരു ദിവസം തെണ്ടിത്തിരിഞ്ഞ് വന്നു. ഇവിടെ അതിന് ക്ഷണിച്ചു, അതിന് ക്ഷണിച്ചിട്ടൊന്നുമില്ലല്ലോ. തെണ്ടിത്തിരിഞ്ഞ് അവിടെ നിന്ന് വന്നു. നബിത്തിരുമേനി അവിടെ ഉള്ള സമയത്ത് തന്നെയാണ് വണ്ടി കയറി ഇവിടെ വന്നതെന്നാണ് പറയുന്നത്. ഇവിടെ വന്നവൻ വീട്ടുകാര്യം നോക്കുന്ന പോലെയുണ്ട്. നമ്മുടെ വീടുകളിലേക്ക് കാണാം പലരും കയറി വന്ന് പിന്നെ വീട്ടിലെ കാര്യമുണ്ട്. ഞങ്ങൾക്കൊരു അമ്മാവനുണ്ടായിരുന്നു. അമ്മാവൻ അയാൾ പറയുന്നതാണ്. അയാളിങ്ങനെ വർഷത്തിൽ 1-2 പ്രാവശ്യം വരുള്ളൂ. വന്നു കഴിഞ്ഞാൽ അയാളുടെ ഒരു വിഹിതമാണ് 100 രൂപ. അന്ന് വലിയ തുകയാണ് 100 രൂപ. എന്നിട്ട് ഇവിടെ വന്നിട്ട് പറയും, അയ്യോ അതെന്താ ഈ കുളിമുറി എന്താ അങ്ങനെ കിടക്കണേ? അയാൾ ചൂലെടുത്ത് അടിച്ചു വാരും. വാഴയുടെ തടം വെട്ടിയിട്ട് കണ്ടോ വാഴയ്ക്ക് ഉണങ്ങാൻ തുടങ്ങി. അത് എന്നിട്ട് വെള്ളം നനയ്ക്കുക, അത് വാങ്ങില്ല. എന്തിനു പറയണു? ആ 100 രൂപയും വാങ്ങിച്ച ആ പാർട്ടി അവിടെ പോകും. അതുവരെ അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ അദ്ദേഹമാണ് അവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ നോക്കുന്നത്. കാരണവർ എൻ്റെ വീട്ടുകാർക്ക് അറിയില്ല ഇയാൾ ആരാണെന്ന് അറിയില്ല. ഒരു കാരണവർ എല്ലാം ഞങ്ങളുടെ വീട്ടിലെല്ലാവരും പേരറിയാം. ഇങ്ങനെ പലയിടത്തും നടന്ന് ചുറ്റിത്തിരിഞ്ഞ് കാര്യം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ ഇവിടെ വന്ന് കയറിയുള്ള കസേരകൾ ഇങ്ങനെയെല്ലാം ഇടുക, മേശവരി ഇങ്ങനെയെല്ലാം ഇടുക, അവിടെ അത് വയ്ക്കാൻ പാടില്ല, ഇവിടെ വയ്ക്കാൻ പാടില്ല, കക്കൂസിലെ കാര്യം, കുളിമുറിയിലെ കാര്യം, അടുക്കളയിൽ ഇന്ന പാത്രം ഉപയോഗിക്കുമ്പോഴോ അത് ഒരു അശ്വമേധം തന്നെ അവർ നടത്തും. ഇത് മാത്രമല്ല, അപ്പോൾ ഇതെല്ലാം വീടിന് മുമ്പിലുള്ള ഗാർഡനിൽ ഇന്ന ചെടി വെക്കാൻ പാടില്ല, ആ ചെടി വീടിൻ്റെ പിന്നിലെ വെക്കാൻ പാടുള്ളൂ, മുന്നിൽ വെക്കാൻ പാടില്ല. ഇങ്ങനെ അയാളുടെ കുറേ അറിവുകൾ ഇങ്ങനെ വിളമ്പും വാസ്തവത്തിൽ. എന്തിനു വേണ്ടിയിട്ടാണ്? ഇവിടെ നിന്ന് പിഴച്ചു പോകണ്ടേ. ഏതായാലും ഇതുപോലെയാണ് വന്ന് കയറിയവരാണെന്ന് ആലോചിക്കാതെ അവസാനം പറയും നമുക്ക് ഈ വന്നു കയറിയവരാണ് ഇവന്മാർ എന്ന് ആലോചിക്കാതെ ഇവരിവിടെ ഭാരതത്തിലെ കാര്യങ്ങൾ നോക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വന്നിട്ട് ഇപ്പോൾ എന്തുണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാം. അവസാനം ഇവിടെ വന്ന് കയറിയ ആൾക്കാർ ഇവിടെ ഡൊമിനേറ്റ് ചെയ്തു. അവസാനം ഈ രാജ്യത്തെ വെട്ടിപ്പിളർത്തു, 3 വെട്ടിപ്പിളർത്തു. അതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. ആയതുകൊണ്ട് തന്നെ ഇത്തരം കാര്യങ്ങൾ ഒരവസ്ഥയിൽ വരുമ്പോൾ ഇപ്പം സംഘപരിവാറൊക്കെ ചെയ്യുന്നതാണ്. നമ്മളുടെ നേതാവ് പറഞ്ഞ പോലെ 2 വാക്ക് പറയേണ്ട സമയമായി. ഇപ്പം കേരളത്തിനും അതിൻ്റെ സമയമായി. ഉത്തരേന്ത്യയിൽ പറഞ്ഞു. എന്താണത്? കടക്ക് പുറത്ത്, ക്വിറ്റ് ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകും. ബർമയിൽ നിന്ന് ഇതുപോലത്തെ അവിടുത്തെ കുറേ മുസ്ലിം തീവ്രവാദി സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനെല്ലാത്തിനെയും കടലിൽ കൊണ്ട് തള്ളി. കൊച്ചു കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. എല്ലാത്തിനെയും കടലിൽ കൊണ്ട് തള്ളി. അവിടെ പോയി ജീവിച്ചോ, ഇവിടെ കടലിൻ്റെ അടിത്തട്ടിലേ. അപ്പം അതൊക്കെ ഇനി പറ്റുള്ളൂ. ഞാൻ ആഹ്വാനം ചെയ്യല്ല, അതൊക്കെ ഇവിടെ നടക്കാൻ പോണ കാര്യങ്ങളെന്ന് പറയുകയാണ് വാസ്തവത്തിൽ. ഏതായാലും വന്ന് കയറിയവരാന്ന് ആലോചിക്കണം അവർ. അത് പറയാതെ
ഇനി ഈ ഉത്തരേന്ത്യയിൽ കിട്ടിയ പോലെ ഈ ദക്ഷിണേന്ത്യയിലും ഈ കേരളത്തിലും കിട്ടുന്നവരെ അവർ ഈ വൃത്തിയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. നബിദിനത്തിൻ്റെ റാലി, പിന്നെ ബലി പെരുന്നാൾ, മൃഗങ്ങളെ വെട്ടി പരസ്യമായിട്ട് ഷോപ്പുകളിൽ കെട്ടി തൂക്കൽ, ഇതെല്ലാം നിരോധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഇത് ഭാരതത്തിന് യോജിച്ച കാര്യമല്ല, ഇത് നമ്മുടെ ഹിന്ദുസ്ഥാനത്തിന് യോജിച്ച കാര്യമല്ല. കാരണം അതിൽ പുരാണത്തിൻ്റെ അംശങ്ങളുണ്ട്, ആചാരത്തിൻ്റെയും സംസ്കാര പദ്ധതികളുടെയും അടിസ്ഥാനങ്ങളുണ്ട്. നബി പ്രവാചകൻ പിറന്നു അതുപോലെ തന്നെ മരിച്ചു എന്ന 2 ദിനങ്ങൾ ആസ്പദമാക്കിയിട്ടാണ് നബിദിനം അതിലെ നടത്തുന്നത്. പിന്നെ മാത്രമല്ല ബലി പെരുന്നാൾ, സ്വന്തം മകനെ ബലി കൊടുക്കാൻ പോകണം, അങ്ങനെയുള്ള ഐതിഹ്യങ്ങൾ അതിനകത്തുണ്ട്. ഇത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വല്ല കാര്യമാണോ? അതിൻ്റെ ആചാരമായിട്ടാണ് ബലി പെരുന്നാൾ നടത്തുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ അത് നമുക്കിവിടെ ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. റംസാൻ ഓണം ആഘോഷിക്കരുതെന്ന് പറയാനുള്ള കാര്യം എന്താണ്? അതിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത കുറേ കാര്യങ്ങളുണ്ടെന്നുള്ളതല്ലേ. ഇതുപോലെ അവിടെ ഏതോ ഒരു കാലഘട്ടത്തിൽ നടന്നു എന്ന് പറയുന്ന അവിടെയും ദൈവം പ്രത്യക്ഷപ്പെട്ടു. വേണ്ട മകനെ, നിൻ്റെ കുട്ടിയെ കൊല്ലണ്ട, അതിന് പകരം ആടിനെ അറുത്താൽ മതി. ആടിനെ ഇതൊക്കെയും ആയിക്കോട്ടെ, ഇത്തരം കഥകളായിക്കോട്ടെ, എല്ലായിടത്തും ഉള്ള ഇത്തരം കഥകളൊക്കെ ഇതൊക്കെ ഉള്ളതാണ്. അതിൻ്റെ പേരിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾ ചരയ്ക്കരുത്, അതിവിടെ കൊണ്ട് അഡപ്റ്റ് ചെയ്യാൻ നോക്കരുത്. ഇവിടെ താമസിക്കുന്ന മുസ്ലിങ്ങളടക്കമുള്ള ആൾക്കാർ ഓണം, വിഷു, തിരുവാതിര എന്നിത്യാദി കാര്യങ്ങൾ ആചരിച്ചേ മതിയാകും. വന്ദേമാതരം ആലപിച്ചേ മതിയാകും. ഇവിടെയുള്ള അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ ഒരു കാരണവശാലും തല താഴ്ത്താതെ നടന്നു പോകാൻ ഇവന്മാരെ അനുവദിക്കരുത്. കാരണം അവിടെ ഇരിക്കുന്നത് ദേവ ചൈതന്യങ്ങളാണ് അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ മുമ്പേ കൊട്ടും പാട്ടുമായിട്ട് പോകാൻ അനുവദിക്കരുത്. എന്തിനേറെ തല താഴ്ത്താതെ അതിൻ്റെ മുമ്പിൽ കൂടെ പോകാൻ അനുവദിക്കരുത്. ഏതായാലും ഈ ഇവിടെ ഈ ഹിന്ദുക്കൾ ഇത്രയും ചെയ്തിട്ടും ചെയ്യേണ്ട ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ അത് ചെയ്തിട്ടില്ലെങ്കിലും അതീവ സഹിഷ്ണുതയോട് കൂടിയിട്ട് ഒരുപക്ഷെ സ്വന്തം ഭർത്താവ് എന്തിനാണ് ഈ അവന്മാർക്കൊക്കെ പായസം കൊടുക്കുന്നത്? ആ പേപ്പട്ടികൾക്ക് നാളെ ആ പേപ്പട്ടി മൂർക്കമ്പാമ്പിന് പാൽ കൊടുക്കുന്ന പോലെ ആയിരിക്കും, തിരിച്ച് നിന്നെ ഒന്ന് കടിക്കും. അതൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് മതേതരത്വ ഭാവനയോട് കൂടി വഴിയിലൂടെ നടന്നു വരുന്ന നബിദിന റാലി, അതിനവർ പാല് കൊടുക്കുന്നു, നാരങ്ങ വെള്ളം കൊടുക്കുന്നു, പായസം കൊടുത്ത് സ്വീകരിക്കുന്നു. അത് അവരുടെ മഹിമയാണ്. നാളെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വന്നാലും നക്സലേറ്റ് വന്നാലും ഏത് പാർട്ടി വന്നാലും അവർ വെയിലത്തോട് നടന്നു വരുന്ന സമയത്ത് ഇവിടുത്തെ വീട്ടമ്മമാർ അവർക്ക് എന്തെങ്കിലും ഒരുക്കി കൊടുക്കും. അത് അവരുടെ മഹിമയാണ്. പക്ഷെ അവരുടെ ചെയ്തികൾ ഇവിടെ ഇവർ ഡിസ്ട്രക്റ്റീവായിട്ട് ഇവരതിനെ ചാനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനെ മറ്റൊരു വളച്ചൊടിച്ച് കണ്ട നബിദിനത്തിൽ, അതായത് പരസ്യമായിട്ട് ഓണം ആചരിക്കരുത് എന്ന് പറയുന്ന ഈ പേപ്പട്ടികളുടെ റാലിയെ അവർ പായസം കൊടുത്ത് സ്വീകരിക്കുന്നു. അതൊരു തരം അടിമ വ്യവസായമല്ലേ വാസ്തവത്തിൽ. മാനസികമായിട്ട് അടിമപ്പെടുകയല്ലേ ചെയ്യുന്നത്. ഓണം ആഘോഷിക്കരുത് എന്ന് പറയുന്ന പേപ്പട്ടികൾ വഴിയിൽ കൂടെ ജാഥയായിട്ട് വരുമ്പോൾ അവർക്ക് പായസം കൊടുക്കുന്ന ഈ ഹിന്ദു പെണ്ണുങ്ങൾ, അത് പെണ്ണുങ്ങളാണോ ആണുങ്ങളാണോ പൊക്കി നോക്കണം. അതല്ല എൻ്റെ ശരി. അപ്പോൾ ഈ നബിദിന പ്രോഗ്രാം, ഈ ഓണം ആഘോഷിക്കരുതെന്ന് അതിന് കാരണം ഓണത്തിൻ്റെ ചരിത്രം ദേവതകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, ആചാരവുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് വിളിച്ചു കൂവുന്ന ഈ പരീക്ഷകൾ നബിദിന റാലി നടക്കുമ്പോൾ 1 ഗ്ലാസ് പായസം കുടിച്ച്, 2 ഗ്ലാസ് പായസം കുടിച്ച്, 3 ഗ്ലാസ് പായസം കുടിച്ച് അവസാനം മേലോട്ട് നോക്കിയിട്ട് പറയുന്നത് ഇവിടെയും കൂടി കുറച്ച് ഒഴിച്ചോളാൻ പറയും. അതിനവർക്ക് പ്രശ്നമല്ല. അത് ഹിന്ദുക്കളുണ്ടാക്കുന്നതാണ്, അത് ഓണത്തിനുണ്ടാക്കിയതാണ്. ആ ഓണത്തിനുണ്ടാക്കുമ്പോൾ അവർ ആ തൃക്കാക്കരപ്പനെ അവിടെ പൂജിച്ച് അവർക്ക് അത് വീത് കൊടുക്കും. അതിലുള്ള പൂക്കൾ, തുളസി ദളം ഈ പായസത്തിലിടും. ആചാരത്തിലൂടെ തന്നെ അത് മൂഞ്ചി കുടിക്കാൻ ഇവർക്ക് വിഷമമില്ല. അത് മൂഞ്ചി കൊടുക്കാൻ ഈ നബിദിന റാലി നടക്കുന്ന പിള്ളേർക്ക് പ്രശ്നമില്ല. അത് മൂഞ്ചി കുടിക്കും. എന്നിട്ട് അവസാനം ഇവിടെ വരെ എത്തുമ്പോൾ ഇതിങ്ങനെയാണ് കാണിക്കും. എന്നിട്ട് പറയും ഇവിടെയും കൂടി കുറച്ച് ഒഴിച്ചോളാൻ പറയും. ഇതാണ് സ്ഥിതി. അപ്പോൾ ആചാരം പ്രശ്നമല്ല, അനുഷ്ഠാനം പ്രശ്നമല്ല. ഈ നബിദിന പ്രോഗ്രാം കഴിഞ്ഞാൽ, വലിയ പെരുന്നാൾ പ്രോഗ്രാം കഴിഞ്ഞാൽ, ചെറിയ പെരുന്നാൾ പ്രോഗ്രാം കഴിഞ്ഞാൽ വീണ്ടും അവരുടെ തന്തയ്ക്ക് വിളി ആരംഭിക്കും. ഹിന്ദുക്കളുടെ നേരെയുള്ള തന്തയ്ക്ക് വിളി ആരംഭിക്കും, തള്ളയ്ക്ക് വിളി ആരംഭിക്കും. പായസം മട എന്ന് കുടിച്ച് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം അത് വയറ്റിലെത്തി ദഹിക്കുന്നതിന് മുമ്പ് അവർ ഓണത്തെ അധിക്ഷേപിക്കും, ഹിന്ദുക്കൾ അധിക്ഷേപിക്കും, ഹിന്ദു ആചാരങ്ങളെ അധിക്ഷേപിക്കും. ആയതിനാൽ ഈ ഒരു വർഗത്തെ മൊത്തമായിട്ടും ഈ വർഗം നടത്തുന്ന നബിദിനം, റംസാൻ എന്നിത്യാദി വലിയ ചെറിയ പെരുന്നാൾ എന്നിത്യാദി കാര്യങ്ങളെ പൂർണ്ണമായിട്ട് ഹൈന്ദവ ജനത, അതുപോലെ തന്നെ ക്രിസ്ത്യൻ ജനത അത് തുടച്ചു മാറ്റിക്കളയേണ്ടതുണ്ട്, അതിനെ മാറ്റി നിർത്തേണ്ടതുണ്ട്.
ഇത്തരം കാര്യങ്ങൾക്ക് ഒരു അപ്രീസിയേഷൻ, നിങ്ങളൊരു പിന്തുണ നൽകുമ്പോൾ അത് സന്തോഷപൂർവ്വം നന്ദിപൂർവ്വം ഏറ്റെടുക്കാനുള്ള ഒരു മനസ്ഥിതിയല്ല ഈ പേപ്പട്ടികൾക്കുള്ളത്. അതവരൊരു ടൂളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. കണ്ടോ, ഹിന്ദുക്കൾ കണ്ടോ, അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ, നിങ്ങളുടെ ഓണം കോപ്പിലോണം, നിങ്ങളുടെ കോപ്പിലോണം, നിങ്ങളുടെ കോപ്പിലോണം, നിങ്ങളുടെ കോപ്പിലോണം, അത് ഞങ്ങൾ ആചരിക്കില്ല. അന്നേ ദിവസം വരുന്ന നബിദിന റാലി വരെ പായസം അവർ അണ്ണാക്കിലേക്ക് ഒറ്റിക്കൊടുക്കുന്ന കണ്ട അത് വാസ്തവത്തിൽ എന്താണ്? ഒരു തരത്തിലുള്ള വിധേയപ്പെടലല്ലേ അവിടെ നടക്കുന്നത്, ഒരു തരത്തിലുള്ള വിധേയപ്പെടലല്ലേ ഇവിടെ നടക്കുന്നത്. ആയതുകൊണ്ട് അവരുടെ പ്രോഗ്രാം വരുമ്പോൾ അതിനെ താലോലിക്കുന്നത് കണ്ടു എന്ന് പറഞ്ഞാൽ അവരവിടെ ഹിന്ദുവിൻ്റെ മേലെ ഒരു മേൽക്കോയ്മ ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഇന്നലെ കണ്ട ദാരുണമായിട്ടുള്ള ഒരു കാഴ്ച, ഏതോ അമ്പലത്തിലൊരു തെണ്ടി അവൻ പാണക്കാട് പോയിട്ട് തിരുമുൽ കാഴ്ച സമർപ്പിക്കുന്നത്. അതിൻ്റെ പുറകിലുള്ള സങ്കല്പം എന്താണ്? പണ്ട് രാജാക്കന്മാരെ കാണാൻ പോകുന്ന സമയത്ത് ഒരു റിക്തഹസ്തനായിട്ട് പോകരുതെന്ന് പറയും. തമ്പുരാക്കന്മാരെ കാണാൻ പോകുന്ന സമയത്ത്, ഗുരുക്കന്മാരെ കാണാൻ പോകുന്ന സമയത്ത്, നാടുവാഴികളെ കാണാൻ പോകുന്ന സമയത്തൊക്കെ അവരുടെ മുമ്പിൽ തിരുമുൽ കാഴ്ച ഉപയോഗിച്ചും വണങ്ങേണ്ടിയിരുന്നു. അതാണ് ഇവിടെയും നമ്മൾ കണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ഓണക്കാലം വരുമ്പോൾ ഒരു മഹാബലി തമ്പുരാൻ്റെ വഴികളിൽ കാരമുള്ള നിരത്തി വിതറാറുണ്ട്. അത് കുത്തിത്തറച്ച മാവേലി തമ്പുരാന് മുറിവുണ്ടാകാറുണ്ട്. അത് മറന്നുകൊണ്ടാണ് പാണക്കാട് തമ്പുരാന് തിരുമുൽ കാഴ്ച വയ്ക്കാൻ തന്ത്രി എന്ന് പറയുന്ന തെണ്ടി അവിടെ പോയത്. ഒരിക്കൽ പോലും ഒരു ഹിന്ദുവിൻ്റെ പരിപാടിയായിട്ട് അത് കണക്കിലെടുക്കാൻ പാടില്ലാത്തതാണ്. അത് അവൻ്റെ മാത്രം പരിപാടിയാണ്. അവന് വല്ല പെൺമക്കളുണ്ടായിരിക്കും, ഞാൻ എനിക്ക് കൂടുതൽ പറയുന്നില്ല. അത് അവൻ്റെ മാത്രം പരിപാടിയാണ്. ഈ ഭാരതത്തിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ എങ്കിലും ഇത്തരം മതങ്ങളെ വളർത്തിയെടുക്കരുത്. അതിന് വെള്ളവും വളവും കൊടുത്ത് വളർത്തരുത്. അങ്ങനെ ചെയ്താൽ അടുത്ത തലമുറയ്ക്ക് അത് ദോഷം ചെയ്യും, അടുത്ത തലമുറയ്ക്ക് അത് അപകടം വരുത്തി വയ്ക്കും. ഇനി നമുക്ക് വേണ്ടത് സംഘപരിവാർ വിഭാവനം ചെയ്തിട്ടുള്ള മനസ്ഥിതിയാണ് നമ്മൾ കൊണ്ടു നടക്കേണ്ടത്. അത് മറ്റൊന്നുമല്ല, അവനവൻ്റെയും അവനവൻ്റെ ജീവിതത്തെയും അവനവൻ്റെ ഒപ്പം നിൽക്കുന്ന ആളുകളുടെ ജീവിതത്തെയും ഉയർത്താൻ ശ്രമിക്കുക. അതിനെല്ലാ തരത്തിലും ഉയർത്താൻ ശ്രമിക്കുന്ന ഇത്തരം പേപ്പട്ടികളെ ഏറ്റവും കുറഞ്ഞത് താലോലിക്കാതിരിക്കുക. നബിദിന റാലിയും റൂട്ട് മാർച്ചും വഴികളിൽ നടന്നുകൊണ്ടുള്ള പാട്ടും കൊട്ടും ചാടിത്തുള്ളലും അവസാനിപ്പിക്കുക തന്നെ വേണം. അത് നിയമം മൂലം തന്നെ അവസാനിപ്പിക്കണം. ഈ പേപ്പട്ടികൾക്ക് ഇപ്പോൾ ഭാരതദേശം അവരുടെ മാതൃരാജ്യമല്ല. അവർക്ക് പ്രിയം പശ്ചിമേഷ്യൻ അറബ് രാജ്യങ്ങളോടാണ്, തുർക്കിയോടാണ്, ജോർദാനിനോടാണ്, സിറിയയോടൊക്കെയാണ് അവർക്ക് താല്പര്യം. ഒരിക്കൽ ഇതുപോലെ വന്നു കയറിയ ആളുകൾ ശതാബ്ദങ്ങളെ കൊണ്ട് പതുക്കെ പടർന്ന് കയറിയിട്ട് അവസാനം ഈ രാജ്യത്തെ വെട്ടിമുറിച്ച കഥ ഞാൻ വീണ്ടും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനിയും അവിടേക്ക് തന്നെയാണ് പോണത്. അല്പസ്വല്പം വളർന്നപ്പോൾ ഇപ്പോൾ പറയാം മലപ്പുറം വെട്ടിമുറിക്കണം. അവർക്കെല്ലാം വെട്ടിമുറിച്ച് മുക്കാലാക്കണം. അതാണ് അവരുടെ താല്പര്യം. അവരുടെ മനസ്ഥിതിയാണ് ഇപ്പം അത് വെളിവാക്കുന്നത്. ഏതായാലും സൂക്ഷിക്കേണ്ടത് ഇവിടുത്തെ ഹൈന്ദവരാണ്. അവരുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടിയിട്ട് അവരിത്തരം അപകടകാരികളായിട്ടുള്ള വിഷപ്പാമ്പുകൾക്ക് പാല് കൊടുക്കാതിരിക്കുക. ആ കൈമ തന്നെ കൊത്തും. അവരിപ്പോൾ ഹിന്ദു സഹോദരന്മാരെ എന്ന് വിളിച്ച് ഓണാശംസകൾ, വിഷു ആശംസകൾ തരുന്നത് പെരുമ്പാമ്പിൻ്റെ മനഃശാസ്ത്രം ഉള്ളിൽ വെച്ചിട്ടാണ്. ഒരാളൊരു പെരുമ്പാമ്പിൻ കുട്ടിയെ കിട്ടി, അതിനെ വളർത്തി ഒരു വിധം ആയപ്പോൾ ആ പെരുമ്പാമ്പ് എപ്പോഴും അയാളുടെ ഒപ്പയൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ അയാൾ ചോദിച്ചു എന്തൊരു സ്നേഹം. അവസാനം ആ പെരുമ്പാമ്പ് എപ്പോഴും അയാളുടെ ഒപ്പം കിടക്കും. ഒപ്പം കിടക്കൽ മാത്രമല്ല, ആഹാരം കഴിക്കാണ്ടായി. ആഹാരം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല. അതിന് വലിയ തളർച്ച അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും ഒപ്പം കിടക്കുള്ളൂ. അതിനെയും കൊണ്ട് മൃഗാശുപത്രിയിൽ പോയി. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഒപ്പൊക്കെ എടുക്കുകയല്ലേ? അതെ. അത് ചുരുണ്ട് കിടക്കുക, നീണ്ടു നിവർന്ന് നമ്മൾ കിടക്കുന്ന പോലെ കിടക്കും. എന്നോട് പറ്റിച്ചേർന്ന് കിടക്കുക. ശരി, എത്ര ദിവസമായിട്ട് ആഹാരം കഴിച്ചിട്ട്? അത് 1 മാസമായിട്ട് ആഹാരം കഴിച്ചിട്ടില്ല ഡോക്ടറെ, വെള്ളം കുടിച്ചിട്ടില്ല. അതെ സുഹൃത്തെ, സ്നേഹമല്ല കേട്ടോ, അതൊരു നല്ല വിശപ്പുണ്ടാകണം. മാത്രമല്ല അളക്കുകയാണ് നിങ്ങളുടെ ഉയരവും വണ്ണവും അളക്കുകയാണ്. നിങ്ങളെ കീഴ്പ്പെടുത്തത്തക്ക വിധത്തിൽ, നിങ്ങളെ വിഴുങ്ങത്തക്ക വിധത്തിലുള്ള വലിപ്പം ആയിക്കഴിഞ്ഞാൽ നിങ്ങളെ വിഴുങ്ങണം. ആ വിഴുങ്ങാനുള്ള ഇൻസ്പിറേഷൻ, നല്ല വിശപ്പുണ്ടെങ്കിലല്ലേ സുഖമായിട്ട് വിഴുങ്ങാൻ പറ്റുള്ളൂ. അതാടോ ആ പാമ്പ് കാണിക്കുന്ന അതിനെ തല്ലിക്കൊല്ല്, ആ പെരുമ്പാമ്പിനെ തല്ലിക്കൊല്ല്. അയാൾ തല്ലിക്കൊന്നു. ഇതാണ് ഇവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരെ ഓണാശംസകളും വിഷു ആശംസകളും നേരുന്ന പെരുമ്പാമ്പിൻ്റെ മനഃശാസ്ത്രം ഉള്ളിൽ വെച്ചുകൊണ്ടാണ്.
കൂടെ കിടക്കുന്ന കൊച്ചു പെരുമ്പാമ്പ് തൻ്റെ യജമാനെ വിഴുങ്ങുന്നൊരവസ്ഥ അതുതന്നെയാണ് ഇവിടെയും വരാൻ പോകുന്നത്. വരുന്ന ഭാവിയിൽ അത് സാധ്യമായി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ജവഹർലാൽ നെഹ്റുവിനെ കുറ്റപ്പെടുത്തുന്ന പോലെ അന്ന് ആ അവശിഷ്ടം ജിന്ന എല്ലാം കൂടി ഇവിടുന്ന് എല്ലാത്തിനും എണ്ണി പറക്കിയാണ് കൊണ്ടുപോയില്ലേ, അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. നെഹ്റു പറഞ്ഞെന്താ അറിയോ, അത് വിട്ടുകള, അത് ചത്ത കുതിരകളാണ്, അതവിടെ കിടന്നോട്ടെ, നമ്മളെ ദ്രോഹം ചെയ്തിട്ട് നമ്മളതിൻ്റെ പാപം ഏറ്റുവാങ്ങണ്ട എന്ന് പറഞ്ഞ നെഹ്റുവിനെ ഇന്ന് നമുക്ക് കുറ്റപ്പെടുത്താതിരിക്കാൻ പറ്റില്ല. അവന്മാരാണ് വീണ്ടും ഇവിടെ മറ്റേ എത്ര വെട്ടിക്കളഞ്ഞാലും മുളച്ചു വരുന്ന കമ്മ്യൂണിസ്റ്റ് പച്ചയുടെ പോലെ അത് മുളച്ചു വന്നിട്ട് ഇപ്പോൾ കണ്ടില്ലേ, അവിടെ പുതിയ ജില്ല വേണം, പുതിയ രാജ്യം വേണമെന്ന് പറഞ്ഞിട്ടില്ല, ഭാഗ്യം പുതിയ ജില്ല വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുസ്ലിം ജില്ല ആ മലപ്പുറം മൊത്തം കൊടുത്തേക്ക്, മുസ്ലിം ജില്ലയായിട്ട് കൊടുത്തേക്ക്. അവിടേക്കാണ് കാര്യം വരുന്നത്. ഏതായാലും വരുന്ന ഭാവിയിൽ ഏതെങ്കിലും രീതിയിൽ അവരുടെ കാര്യങ്ങൾ അവർ വിചാരിച്ച പോലെ എത്തിക്കഴിഞ്ഞപ്പോൾ 22 MLA-മാരായപ്പോഴേ അവരുടെ സ്വഭാവം കണ്ടില്ലേ. ഇപ്പോൾ നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ കുറ്റപ്പെടുത്തുന്ന പോലെ നിങ്ങളെ അടുത്ത തലമുറ കുറ്റപ്പെടുത്തും. ഇപ്പോൾ ഇവിടെയുള്ള ഹൈന്ദവ ജനതയെ അവരുടെ മക്കളുടെ മക്കളും കുറ്റപ്പെടുത്തും. നിങ്ങളല്ലേ ഈ ദുര്യോഗത്തിലേക്ക് ഞങ്ങളെ തള്ളിവിട്ടതെന്ന് പറഞ്ഞുകൊണ്ട് ആ ശാപം ഏറ്റുവാങ്ങാതിരിക്കാൻ, നിങ്ങൾക്കുള്ള പിണ്ട ഉദകങ്ങൾ മുടങ്ങിപ്പോകാതിരിക്കാൻ ഇപ്പോഴേ നിങ്ങൾ ശ്രമിക്കണം. നബിദിന റാലി വരുന്ന സമയത്ത് അതിൻ്റെ മുമ്പിൽ കാരമുള്ളു വെതറിയാലും കുഴപ്പമില്ല, പായസം കൊടുക്കരുത് കേട്ടോ, പാലും വെള്ളം കൊടുക്കരുത് കേട്ടോ, പഞ്ചാര വെള്ളം കൊടുക്കരുത് കേട്ടോ. തിരിഞ്ഞു കൊത്തും. നമസ്കാരം.